പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരീക്ഷയായിരുന്നു, അത് കുട്ടികളെ വലച്ചു എന്ന രീതിയിലുള്ള ഡിസ്കഷൻ ഒക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഒരു എക്സാം ബുദ്ധിമുട്ടാകുന്നത്? ഒരു എക്സാമിന് നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു പോവുകയും നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് എന്ന് വിചാരിച്ച ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു പോവുകയും അത് ചോദിക്കാതിരിക്കുമ്പോഴാണല്ലോ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുക. നിങ്ങളോട് ആരാണ് പറഞ്ഞത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യം തന്നെ എക്സാമിന് ചോദിക്കുള്ളൂ എന്ന്? അങ്ങനെ ഒരിക്കലും കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ ആര് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ അതിൽ വീഴാൻ പാടില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു സബ്ജക്റ്റിന് പരീക്ഷ നടത്തുമ്പോൾ ആ സബ്ജക്റ്റിലെ ഏത് ഭാഗത്തും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആവുകയാണ് എപ്പോഴും വേണ്ടത്. മക്കളെ, 8ാം ക്ലാസ് മുതൽ പാസ് മാർക്ക് നമ്മളെ കേരളത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. 20 മുതൽ 30% വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ചോദ്യങ്ങൾ ഒരു 30%-ഓളം അത് വളരെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിരിക്കുമെന്നും നന്നായി പഠിച്ച കുട്ടികൾക്ക് മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഓൾറെഡി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതാണ്. കഴിഞ്ഞൊരു 6 മാസം മുമ്പുള്ള പത്രത്തിലൂടെയും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ ഒക്കെ ഓൾറെഡി അത് പ്രഖ്യാപിച്ച കാര്യമാണ്. ഒരു 30% ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതായിരിക്കും എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ട് വീണ്ടും ഒരു എക്സാം നടക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുകയും അത് ചോദിക്കാതിരിക്കുകയും ചെയ്തിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ മക്കളെ നിങ്ങൾ പ്രിപ്പയർ ആവുക, നല്ലവണ്ണം പ്രിപ്പയർ ആവുക, എല്ലാ ഏരിയയും പഠിക്കുക, ഫുൾ സിലബസ് കവർ ചെയ്യുക. ഇന്നത് മാത്രമാണ് എക്സാമിന് ചോദിക്കൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കുക. ഈ എക്സാം നിങ്ങൾക്കുള്ളതാണ്, ഈ എക്സാമിലെ ഫുൾ മാർക്ക് നിങ്ങൾക്കുള്ളതാണ്. നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.